ഹൗ ടു മേക്ക് സമൂസ. സമൂസ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് സ്ക്രൂ ആൻഡ് സ്ക്രൂ ഡ്രൈവ്. ഇത് എന്തിനാന്ന് വെച്ചാൽ സമൂസയുടെ അകത്തെ മസാല വെളി പോകാതിരിക്കാനാണ്. ഇതുണ്ടെങ്കിൽ ഈ സമൂസ ഉണ്ടാക്കാൻ പറ്റൂ. ആ കാർ ഡ്രൈവറിന് ലോഡ് കുറഞ്ഞു പോയതിന്റെ സങ്കടമായിരിക്കും ഇന്ന്. പൊതുവെ ഒരു ലോറി കയറ്റുന്ന ലോഡാണ് കൊണ്ടുപോകാറുള്ളത്. ഇന്ന് കുറഞ്ഞു പോയി. ആഹാ, ഈ പിക്ക് ഡ്രൈവർ മിടുക്കനാന്നല്ലോ. എന്താ കാര്യമെന്നത് മനസ്സിലായോ? ആ വണ്ടിയെ സ്റ്റോപ്പ് എന്ന് എഴുതിയേക്കുന്നത് നോക്ക്. ബർത്ത്ഡേ ആഘോഷം. അവൻ ഒരു ചെറിയ നിമിഷം കൊണ്ട് ഒരു പുലിക്കുട്ടിയായി മാറി. എന്നാലും ബർത്ത്ഡേ ആഘോഷത്തിന് ഒരു കുറവും ഉണ്ടാക്കിയില്ല. ഇതൊരു നാച്ചുറൽ ബിൽഡ് വീടാണ്. അപ്പോൾ ഈ വീടിന്റെ എല്ലാം നാച്ചുറൽ ആയിരിക്കണമല്ലോ. ഇതാണ് മോഡിഫൈ സി വേവ്. ഇതിപ്പോ കേരളത്തിലും ട്രെൻഡായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു സിറി അമ്മായിയെ പരിചയപ്പെടാം. ആടിന്റെ മൈൻഡ്. എന്തുമാത്രം ഉത്തരവാദിത്തമുള്ള ഒരാട്. മുതലാളി അങ്ങ് പൈസ കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഞാനങ്ങ് ചെയ്തോളാം. ഒരമ്മച്ചിക്ക് ഒരു തടാകത്തിൽ നിന്ന് ഒരു പട്ടിക്കുട്ടിയെ കിട്ടി. ആ അമ്മച്ചിയും ആ പട്ടിക്കുട്ടിയും നല്ല സുഹൃത്തുക്കളാണ്. മതിമറന്ന സന്തോഷം കൊണ്ട് ആ പട്ടിക്കുട്ടിയും സന്തോഷിക്കും. പട്ടിക്കുട്ടിക്ക് ആവശ്യമില്ലാത്തത് പഠിപ്പിച്ചു കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. അവനിപ്പോ ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കുതിർത്തു കൊടുത്താലോ കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. എന്തൊക്കെ കാണണം. അങ്ങ് ജപ്പാനിൽ ഏതെങ്കിലും മരത്തിന്റെ ശിഖരമുണ്ടെങ്കിൽ ഒരു ബൈക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്നേക്കുന്ന. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കൊച്ചുമോനെ കൊണ്ട് അപ്പൂപ്പൻ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൂപ്പന്റെ തലയിൽ ബൾബ് കത്തി നിൽക്കും. കൊച്ചുമോൻ എന്തായാലും സൗണ്ടിനൊപ്പം നല്ല താളം പിടിക്കുന്നുണ്ട്. അവന് കുഞ്ഞുനാള് മുതലേ നല്ലൊരു കഴിവുണ്ട്. ഈ സൈക്കിളിന് ഉടമസ്ഥന് തോന്നിക്കാണും സൈക്കിൾ ഒഴികെ ബാക്കിയെല്ലാം വലുതാകണം. കാറാണെങ്കിലും ലോറി ആണെങ്കിലും വലുതാകണം. സൈക്കിൾ എന്തിനെ മാറ്റി നിർത്തണം? അതും വലുതാകട്ടെ. ആ ബാറ്റിംഗ് മാന്റെ കഴിവ് എന്നായിരിക്കും എല്ലാരും അങ്ങനെ ചിന്തിച്ചേക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ബാറ്റിംഗ് മാൻ ബാറ്റ് വീശിയാൽ പോലും ബോളിൽ കൊള്ളില്ല. എന്നാൽ ബോളിന്റെ ഇഷ്ടപ്രകാരമാണ് ബാറ്റിൽ കൊള്ളുന്നത്. ഈ ചേച്ചി ആപ്പിൾ എങ്ങനെ കഴിക്കുന്നത് പരിചയപ്പെടുത്തി തരുക. ഈ ചേച്ചി ആപ്പിൾ കഴിക്കുന്ന കണ്ടിട്ട് എന്തെങ്കിലും മൃഗമായി തോന്നിയോ? തോന്നിയെങ്കിൽ ഈ ചേച്ചിയെ കാണാൻ നാട് വിട്ട് ഓടി രക്ഷപ്പെട്ടു. കുഞ്ഞിനെ പഠിപ്പിച്ചു. അമ്മ പുറത്തായി. അമ്മ ഈ കുഞ്ഞിനോട് ഈ സ്ക്വയർ ഇതിലേതിലൂടെ ഇടാൻ പറ്റുമെന്ന് പഠിപ്പിക്കുക. അപ്പോഴാണ് കുഞ്ഞിന്റെ മരണമാസ എൻട്രി. മാം, യൂസ് യുവർ ബ്രെയിൻ. ചെറിയ മോഡിഫിക്കേഷൻ. ഈ ഫോണിന്റെ ഉടമസ്ഥന് ചെറിയ സ്വിച്ച് ഉപയോഗിക്കാൻ പ്രയാസം. അതുകൊണ്ട് ഒന്ന് നോക്കിയാൽ വലിയ സ്വിച്ച് അങ്ങ് വെച്ചു. വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർക്കും തുണി കഴുകാൻ പ്രയാസമുള്ളവർക്കും വേണ്ടിയിട്ട് ഒരു പയം കണ്ടെത്തിയ മെഷീനാണ് ഇത്. ഒരു സൈക്കിൾ വീട്ടിലുണ്ടെങ്കിൽ ഈ മെഷീൻ ഉണ്ടാക്കാം. വീട്ടിലുള്ളവരിൽ നിന്ന് അടി കിട്ടാതെ നോക്കിക്കോണം. ആരെയെങ്കിലും കണ്ടോ? സൂക്ഷിച്ച് നോക്കണം. സൂക്ഷിച്ച് നോക്കിയാലേ കാണും. എവിടെ പോകുന്ന എടിഞ്ഞ് പോകുന്ന പോക്ക് കണ്ടാൽ എന്തോ വലിയ ഉദ്യോഗത്തിന് പോകുന്നതായിട്ടാ. ആത്മാർത്ഥത കുറച്ച് കൂടിപ്പോയി. സ്വന്തം ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റി നടത്തുക. ഒരു ചെറിയ നിമിഷം ആവശ്യം കുറച്ചു കൂടിപ്പോയി. ഇത് പൊട്ടിപ്പോയി ഗായ്സ്, ഇത് പൊട്ടിപ്പോയി.